ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ചെസ്റ്റ് പെയിൻ, എല്ലാ ചെസ്റ്റ് പെയിനും ഹാർട്ട് അറ്റാക്ക് ആണോ? അല്ല. ചെസ്റ്റ് പെയിനുകൾ പക്ഷേ ഹാർട്ട് അറ്റാക്ക് ആണ് ആദ്യത്തെ നമ്മുടെ ഡയഗ്നോസിസ് എന്നുള്ള രീതിയിൽ വേണം എല്ലാം കാണാൻ. കാരണം പല ആൾക്കാരും നെഞ്ചരിച്ചിൽ, അതായത് പുളിച്ചു തേട്ടുന്നു, ഗ്യാസ് പോകുന്നു എന്ന് വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കും. അവരത് ഗ്യാസിന്റെ ഗുളിക കഴിക്കും, അല്ലെ അയമോദകത്തിന്റെ ഗുളിക കഴിക്കും, അല്ലെ അങ്ങനെ എന്തെങ്കിലും നാടൻ മരുന്നുകൾ കഴിക്കും. കുറച്ചു നേരം വെച്ചുകൊണ്ടിരിക്കും. അത് കഴിയുമ്പോൾ ആള് വിയർക്കും, ശ്വാസം മുട്ടൽ വരും, കുഴഞ്ഞു വീഴും, മരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് എന്തുകൊണ്ടാണ് ഈ ഗ്യാസും ഇതും ഒരുപോലെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിനും നെഞ്ചിനും, അതായത് ഹാർട്ടിനും കൊടുക്കുന്നത് ഒരേ ഞരമ്പുകളാണ്, അതായത് നെർവ്സ് സെയിം ആണ്. അപ്പൊ ബ്രെയിൻ അത് തിരിച്ചറിയാനുള്ള ഇത് ചില സമയത്ത് ഉണ്ടാവില്ല. അപ്പൊ എന്താവും, നെഞ്ചരിച്ചിൽ പോലെ, അതായത് ഗ്യാസിന്റെ സിംറ്റം പോലെ നമുക്ക് ബ്രെയിനിന് തോന്നിക്കുള്ളൂ. അപ്പൊ രണ്ടും ഒരേപോലെ തോന്നും. അതല്ല, ഹാർട്ട് അറ്റാക്ക് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഒരു സ്ട്രെസ് റെസ്പോൺസ് ആണ്. കാരണം നമ്മുടെ ഹോർമോൺസ് എല്ലാം കൂടും. അപ്പൊ ഗ്യാസ്ട്രിക് ആസിഡ് സിക്രീഷൻ കൂടും. ആ സമയത്തും ബേണിംഗ് സെൻസേഷൻ വരും. അപ്പൊ ഈവൻ ഇഫ് നെഞ്ചരിച്ചിലായിക്കോട്ടെ, ഗ്യാസ്ട്രൈറ്റിസ് ആയിക്കോട്ടെ, ഹോസ്പിറ്റലിൽ പോവുക, ECG എടുക്കുക, അവർ പറയുന്ന ടെസ്റ്റ്, അതായത് ട്രോപ്പോണിൻ 9 എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്, അത് ചെയ്ത് നോക്കും. എക്കോ ചെയ്ത് നോക്കുക, റിപ്പീറ്റഡ് ECG, അതായത് ചിലപ്പോൾ ഒരു ECGയിൽ കിട്ടണമെന്നില്ല, 1, 2, 3, അതായത് അരമണിക്കൂറിലോ 1 മണിക്കൂർ ഇടവിട്ട് ECGs ചെയ്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ചേഞ്ചസ് അതിനകത്തുണ്ടെങ്കിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അല്ല, ഇനിയിപ്പോ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ദിവസം ഹോസ്പിറ്റലിൽ ഒബ്സർവ് ചെയ്ത് സീരിയൽ ECGs അല്ലെങ്കിൽ ഈ ടെസ്റ്റുകൾ ട്രോപ്പോണിനായി റിപ്പീറ്റ് ചെയ്ത് കൺഫേം ചെയ്യുക ഹാർട്ട് അറ്റാക്ക് അല്ല എന്നുള്ളത്. പക്ഷെ ഹാർട്ട് അറ്റാക്ക് മാത്രമല്ല ചെസ്റ്റ് പെയിൻ ആയിട്ട് വരുന്നത്, മസിൽ പെയിനും വരും. അത് മെയിൻലി തിരിയുമ്പോൾ, ശ്വാസം എടുക്കുമ്പോഴൊക്കെ വേദന വരും. അല്ല, പാനിക് അറ്റാക്ക്, ആൻസൈറ്റി, ഇതിനും ചെസ്റ്റ് പെയിൻ വരും. പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ ഗ്യാസ്ട്രൈറ്റിസ്, ഇതിനും വരും. പക്ഷെ ഇത് നമുക്ക് പരിശോധനയിലല്ലാതെ ലക്ഷണങ്ങൾ വെച്ച് തിരിച്ചറിയാനുള്ള ചാൻസ് കുറവാണ്. അപ്പൊ അതുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ പോയി ECGയും ആദ്യം നമ്മുടെ ഡയഗ്നോസിസ് MI റൂൾ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇൻഫീരിയർ വാൾ MI എന്ന് പറയും, അതായത് ഹാർട്ടിന്റെ അടിയിലത്തെ ഒറയിലുള്ള അറ്റാക്ക്. അത് നമുക്ക് ഗ്യാസ്ട്രൈറ്റിസ് പോലെ കൂടുതൽ തോന്നും. അതായത് നെഞ്ചരിച്ചിൽ വരും, പുളിച്ചു തേട്ടൽ വരും, ചിലപ്പോൾ ഛർദി വരും. ആൾക്കാർ മിക്കവാറും തെറ്റിദ്ധരിച്ച് ഗ്യാസ് ആണെന്ന് പറഞ്ഞ് വിചാരിച്ചുകൊണ്ടിരിക്കും. അപ്പം ഇതൊന്നും ഗ്യാസിന്റെ ലക്ഷണമാണെങ്കിൽ പോലും നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ECG എടുക്കുക, ട്രോപ്പൈ എന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്യുക. ഓക്കെ, വീണ്ടും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ.